ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. പല കോളേജുകളിലും ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 29 ചില കോളേജുകളിൽ സ്റ്റാർട്ട് ചെയ്തു. മറ്റ് ചില കോളേജുകളിൽ നാളെ സെപ്റ്റംബർ 2 മുതൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ അവർ ഓഗസ്റ്റ് 9 ആസ് പെർ ദ റൂൾ മാത്രമേ അവർ ഗവൺമെൻറ്റും മോസ്റ്റ് ഓഫ് ദ കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഓൾസോ 9 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ സെപ്റ്റംബർ 9 സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലിന് ചേർന്നവർ, ഹോസ്റ്റലിന് അപ്ലൈ ചെയ്തവർ ഒരു കാര്യം ചെയ്തോളൂ. ചേരുന്നതിന് മുമ്പേ ഹോസ്റ്റൽ കിട്ടുമെന്നുള്ള അറിയണ്ടേ, അതിന് എന്നിട്ട് വേണമെങ്കിൽ പുറപ്പെടാൻ വീട്ടിൽ നിന്ന്. അപ്പോൾ ഒരു സെപ്റ്റംബർ 5-6 ദിവസം കഴിയും, 6-ാം തീയതി ആകുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ച് നോക്കുക. അല്ലെങ്കിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. മിക്കവാറും വെബ്സൈറ്റിൽ ഉണ്ടാവും കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ്. അത് അങ്ങനെ ചെയ്യുക. പിന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോകണോ, തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താ കാര്യം, അപ്പോൾ കിട്ടുന്ന കോളേജിൽ പോയാൽ പോരെ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചേർന്ന കോളേജിൽ പോയി നോക്കുക, ഇൻഡക്ഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അല്ലേ, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വെറുതെ ഇരിക്കുന്നതല്ലേ. പലപ്പോഴും ഇപ്പോൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ്സുകൾ, നല്ല എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളായിരിക്കും കിട്ടുക, അത് കേൾക്കുക. ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റ് നല്ല കോളേജിൽ പോയിട്ട് അവിടെ ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ അറ്റൻഡ്. മിക്കവാറും അവിടെയും ഇതേ ടൈമിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജിലും ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഈ സമയത്ത് കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ കിട്ടുന്ന ചാൻസ് പോയിട്ട് അറ്റൻഡ് ചെയ്യുക. യൂട്ടിലൈസ് ഈച്ച് ആൻഡ് എവരി ഓപ്പർച്യൂണിറ്റി യു ആർ ഗെറ്റിംഗ്. ഇതിനു ഇടയിൽ ഞാനൊരു വെബ്സൈറ്റ് കൂടെ, വാട്സാപ്പ് ബോട്ട് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തതാണ്. പുതിയ കോളേജിലൊക്കെ ചേരുന്ന സമയത്ത് പലരും ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കും. ശ്രദ്ധിക്കേണ്ട ലാപ്ടോപ്പ് ബൈയിങ് ടിപ്സാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, റാം, ഡിസ്പ്ലേ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഇതെല്ലാം അറിയാൻ പറ്റും. സഹായകരമായിരിക്കുമെന്ന് തോന്നി അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പോസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് വീഡിയോ. പിന്നെ കഴിഞ്ഞ ചില കുട്ടികളിപ്പം പറയുന്നുണ്ടായിരുന്നു, അവർ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാബിൽ അല്ലെങ്കിൽ ലൈബ്രറിയിലോ എവിടെ പോയിട്ട് ഇരിക്കാൻ മിക്ക കോളേജും പെർമിറ്റ് ആണ്. അറ്റ് എനി ടൈം യു ആർ പെർമിറ്റഡ്, യു വിൽ ഗെറ്റ് പെർമിഷൻ ഗോ ആൻഡ് സിറ്റ്. പിന്നെ പൂർണ്ണമായും അധ്യാപകരുടെ കൺട്രോളിലായിരുന്നു നിങ്ങളുടെ +2 ഹയർ സെക്കൻഡറി സ്റ്റഡീസ് ടൈം. ഇനിയിപ്പോൾ എത്താൻ പോകുന്നത് ഒരു നിയന്ത്രണവുമില്ലാത്ത എൻജിനീയറിംഗ് കോളേജുകളിലേക്കാണ് എത്തുന്നത്. അപ്പം ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ വേണം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രോഗ്രാമിലായിരുന്നു ഉള്ളത്. എൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു സീനിയർ വിദ്യാർത്ഥി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞു, അവരെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് സെക്കൻഡ് ഡേ ആണെന്ന് ഓർക്കണേ. അവർ കോളേജിൽ വന്നിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. ആ ദിവസത്താണ് കേട്ട പാതി കേൾക്കാത്ത പാതി ഇരിക്കുന്ന വിദ്യാർത്ഥികൾ 2 പേരും ചാടി എഴുന്നേറ്റിട്ട് അവരുടെ കൂടെ പോവുകയും ചെയ്തു. ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കി ഈ തുടക്കം സെലിബ്രേഷൻ മാത്രമായി പോകരുത്. ഇതിപ്പോൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ സീനിയർ വിദ്യാർത്ഥികൾ വിത്തിട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ, ഓരോ സ്റ്റെപ്പിലും നല്ല ശ്രദ്ധ വേണം. ചെന്ന ഉടനെ തന്നെ അവർ നിങ്ങളെ അവരുടെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. നല്ലതോ മോശമാണോ എന്ന് നിങ്ങൾക്കറിയില്ല. ടേക്ക് ടൈം, നല്ല ശ്രദ്ധ വേണം. ആദ്യ ആഴ്ചകളിൽ സറൗണ്ടിങ്സും കോളേജും പഠിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നിലും ഒരു ക്ലബ്സിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിലും പോയിട്ട് പെടണ്ട. എല്ലാം മനസ്സിലാക്കുക, തീരുമാനം എടുക്കരുത് ഫസ്റ്റ് തന്നെ. ഒരു കാര്യം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു മൂവി ഉണ്ടായിരുന്നു, ഇപ്പം റീസെൻ്റായിട്ട് റണ്ണിങ് ആണ്, വാഴ എന്നൊരു സിനിമ. അതൊന്ന് കാണുന്നത് നന്നായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു അഗെയിൻ.